പാൽ ഉൽപാദനത്തിന് ആവശ്യമായ ജലത്തിന്റെ ഫ്ലോ സുഗമമാക്കുകയും ചെയ്യും. അതിനാൽ ചൂടുകാലത്ത് പശുക്കൾക്കുണ്ടാകാറുള്ള പാൽ ഉൽപാദനക്കുറവും ആരോഗ്യ പ്രശ്നവും കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്. കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനെതിരെ കേസെടുക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന് കീഴിലുള്ള പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. സമൂഹത്തെയും പ്രത്യേകിച്ച് യുവതലമുറയെയും കാർന്നു നിന്ന മഹാവിപത്തായ ലഹരി മാഫിയക്കെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു നടത്തിയ പ്രസ്താവനകളെ വളച്ചൊടിച്ച് ചിലരെ പ്രീതിപ്പെടുത്താനാണ് കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധത്തിൽ ഇവർ ആരോപിച്ചു. കേരള പോലീസിന്റെ കള്ളക്കേസിനെയും കോൺഗ്രസ് സർക്കാരിന്റെ നടപടികളെയും ശക്തമായി പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് പ്രസിഡന്റ് സദാനന്ദൻ മാഷ് സംസാരിച്ചു. പള്ളുരുത്തി വെളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. കൊച്ചി താലൂക്ക് പ്രസിഡന്റ് ടി.പി. പത്മനാഭൻ നേതൃത്വം നൽകി. പ്രതിഷേധത്തിൽ മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ്, ഹേമ സാജൻ, കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ്, സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ, ഗജാൻജി ഭഗവത് സിംഗ്, രാജേശ്വരൻ, പള്ളുരുത്തി മേഖലാ ജനറൽ സെക്രട്ടറി എ.കെ. അജയകുമാർ, സെക്രട്ടറി രാജേഷ് മോഹൻ, എ.വി. ഗോവിന്ദൻ, വിശ്വനാഥൻ ഗോപിദാസ്, തേതു നന്ദകുമാർ, രാജേഷ്, സുനിൽ, സന്തോഷ്, വേണു, സുനി, സുരേന്ദ്രൻ, കൊച്ചി മേഖലാ സെക്രട്ടറി രാമൻ, ബി.ജെ.പി. സെൽ കോർഡിനേറ്റർ കെ.കെ. റോഷൻകുമാർ, പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി എം.എച്ച്. ഹരീഷ്, സുരേഷ് രാഘവൻ, BHP-യിൽ നിന്നും ബിജു, BMS-ൽ നിന്നും രവി, രജീഷ്, RSS പള്ളുരുത്തി നഗർ കാര്യവാഹ് അമൽ, സതീശൻ, സാജൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.